വചനമൊഴി മാർച്ച് 11. വചനഭാഗം വെളിപാട് 3:1-6, മർക്കോസിന്റെ സുവിശേഷം 10:46-52. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് പാതിനോമ്പിന്റെ ദിവസമാണ്. തിരുവചനം നമ്മെ ശക്തമായ ആത്മപരിശോധനയിലേക്ക് ക്ഷണിക്കുന്നു. ധൈര്യമായി പുത്തൻ ഉണർവോടെ മുന്നോട്ടു പോകുവാൻ ആഹ്വാനം ചെയ്യുന്നു. വെളിപാട് പുസ്തകത്തിൽ നിന്നും വായിക്കുന്ന ലേഖന ഭാഗത്ത് ആത്മീയ ജാഗ്രതയെക്കുറിച്ച് ആഹ്വാനം ചെയ്യുമ്പോൾ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുമുള്ള വചനഭാഗം ബർത്തിമേയോസ് എന്ന അന്ധന്റെ വിശ്വാസവും ധൈര്യവും നമ്മെ പഠിപ്പിക്കുന്നു. സാർദീസിലെ സഭയോട് പറയുന്ന വാക്കുകളാണ് വെളിപാട് പുസ്തകത്തിൽ നിന്നും ശ്രവിക്കുന്നത്. നിനക്ക് ജീവിച്ചിരിക്കുന്നു എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചിരിക്കുന്നു. ഇത് ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. പുറമേ മതജീവിതം, ആത്മീയ ജീവിതം ഉണ്ട് എന്ന് കാണിച്ചാലും ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നതിനെയാണിത് സൂചിപ്പിക്കുന്നത്. പാതിനോമ്പ് നമ്മോട് ചോദിക്കുന്നു, എന്റെ വിശ്വാസം പുറമേയിലാണോ അതോ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണോ? വീണ്ടും വെളിപാട് പുസ്തകം പറയുകയാണ്, ജാഗരൂകനാകുക, ശേഷിച്ചിരിക്കുന്നത് ശക്തിപ്പെടുത്തുക. നോമ്പുകാലം ഒരു ആത്മീയ ഉണർവാണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഉറക്കം വിട്ടുണരാൻ, വിശ്വാസം പുതുക്കാൻ, ജീവിതം തിരുത്താൻ ഒരവസരം. അന്ധനായിരുന്ന ബർത്തിമേയോസ് ജെറീക്കോയുടെ വഴിയരികിലിരുന്ന് ഈശോയെ വിളിച്ചപേക്ഷിക്കുന്നു, ദാവീദിന്റെ പുത്രനായ ഈശോയെ, എന്നോട് കരുണ കാണിക്കണമേ. ആളുകൾ അവനോട് മിണ്ടാതിരിക്കുവാൻ കൽപ്പിച്ചപ്പോഴും അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുകയാണ്. ഇതാണ് വിശ്വാസത്തിന്റെ ധൈര്യം. അതാണ് അവന്റെ രക്ഷയ്ക്ക് കാരണമായി മാറുന്നത്. വിശ്വാസം അവന്റെ കണ്ണുകൾ തുറക്കുന്നതിന് ഇടയായി മാറി. ധൈര്യത്തോടെ, വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ, ജീവിതം നവീകരിക്കുവാൻ, പുതുക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ ക്ഷണിക്കുന്നു. നോമ്പുകാലത്തിന്റെ മധ്യത്തിലെത്തി നിൽക്കുമ്പോൾ ജാഗരൂകനാകുവാൻ, ആത്മീയ ഉറക്കം വിട്ടുണരുവാൻ, വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുവാൻ, പരിവർത്തനം സ്വീകരിക്കുവാൻ, ഈശോ മിശിഹായിൽ പുതുജീവിതം, നവജീവിതം ആരംഭിക്കുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിലെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട്, കൂടുതൽ തീഷ്ണതയോടെ വിശുദ്ധമായ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് കാലഘട്ടം നമുക്ക് വിശ്വാസത്തോടെ, ധീരതയോടെ മുന്നോട്ട് നീങ്ങാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.